അത് കൈത്തൊഴിൽ, അധ്വാനം, കൈത്തൊഴിൽ. എന്തെങ്കിലും ഒരു തൊഴിൽ എല്ലാവർക്കും അറിയണം. വയത് തൊഴിലല്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാൻ ചെന്നാൽ ആൾക്കാർ ചോദിക്കും, നിങ്ങളെവിടെ ജോലി ചെയ്യണതെന്ന് ചോദിക്കും. എനിക്ക് ഈ പണി തന്നെ കഴിഞ്ഞിട്ട് ഒഴിവില്ല, എന്നാലും ചോദിക്കും എന്ത്, നിങ്ങളെവിടെ ജോലി ചെയ്യണത്. അപ്പോൾ ഞാൻ പറയും കൊളമംഗലം പള്ളിയിൽ ഖത്തീബാണ്. അപ്പോൾ ചോദിക്കും അതിന് നിങ്ങൾക്ക് എവിടെ ഒഴിവുണ്ടായാലും. എന്നാലും അത് പറയോളം ചോദിക്കൂല നിങ്ങൾക്ക് എവിടെ ഒഴിവെന്ന്. കൊളമംഗലം പള്ളിയിൽ ഖത്തീബാണ്. പോലീസുകാർ കയ്യാട്ടിയെന്ന് വിചാരിച്ചോളി വണ്ടിക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പോലീസുകാരൻ തടുത്ത് രാത്രി, എന്താടാ എൻ്റെ പേര് ഇന്നതാ, എന്താ എനിക്ക് പണി? ഒരു പണിയില്ല. എന്നാൽ കേരള വണ്ടിയിൽ കയറി. ഒരു പണിയില്ലേ? ഒരു പണിയില്ലാത്തവനൊന്നിനും പറ്റൂല. അതന്നെ സംഗതി. അപ്പോൾ ഒരു തൊഴിൽ നമുക്ക് അറിയണം. ചെയ്യണോ ചെയ്യാതിരിക്കണോ വേറെ കാര്യമാണ്. എന്തെങ്കിലും ഒരു പണി അറിയണം. എനിക്ക് ഡ്രൈവിങ് അറിയാം. ഒരു പണി എന്തെങ്കിലും എല്ലാവർക്കും അറിയണം. ടൈലറിങ് പറ്റും. നൂൽ നൂറ്റതും മുനഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ടു വസ്ത്രം നെയ്തതും നബി ആദമായി. ആദം നബി അലൈഹി സ്വലാം ടൈലറായിരുന്നു. അങ്ങനെ എന്തെങ്കിലും അറിയണം. അല്ലെങ്കിൽ ആശാരിപ്പണി അറിയണം. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന. ബഹുമാനപ്പെട്ട സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാം. കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. അങ്ങനെ തന്നെ ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. ഇരുമ്പ് പണി, പടയങ്കി ഉണ്ടാക്കുക പറഞ്ഞാൽ ഇരുമ്പ് കൊണ്ട് നൂലുണ്ടാക്കിയിട്ടാണ് പടയങ്കി നെയ്യ. കൊല്ലപ്പണിയായിരുന്നു സയ്യിദുന ദാവൂദ് അലൈഹിസ്സലാം. ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. വട്ടി സമം കൊട്ട. കൊട്ടയുണ്ടാക്കിയിട്ടായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നത്. അപ്പം എന്തേലും ഒരു പണി അറിയണം. അല്ലെ ഈ പോലീസ് വണ്ടി കയറിക്കോളി. അധ്യാപനം തൊഴിലല്ല, സേവനമാണ്. അതിനെന്തേലും കിട്ടിയാൽ അത് ഹദിയാൻ്റെ ഗണത്തിലേ പെടുള്ളൂ. അധ്യാപനം എന്ന് പറയുന്നത് തൊഴിലല്ല. ശരിക്ക് തൊഴിൽ വേറെ വേണം. ആവശ്യമില്ലെങ്കിൽ ചെയ്യണ്ട, ആവശ്യം ഉണ്ടാവുമ്പോൾ ചെയ്യാൻ. അപ്പം എന്തെങ്കിലും ഒരു തൊഴിൽ അറിഞ്ഞിരിക്കണം. തന്നെ അനക്കെന്താ പണി, എന്ത് പണി അനക്കറിയാം എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോ എന്താ പറയാ അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ചാണ്ടിരിക്കരുത്. എന്തെങ്കിലും ഒരു സംഗതി, എന്തെങ്കിലും ഒന്നുമില്ലേ, കമ്പ്യൂട്ടറുമ്പോൾ മേടാനെങ്കിലും, എന്തെങ്കിലും ഒരു തൊഴിൽ, മൈക്ക നേരാക്കാനെങ്കിലും, ലൈവ് വിടാനെങ്കിലും എന്തെങ്കിലും ഒരു പണി നമുക്കറിയണം. എന്തെങ്കിലും ഒരു പണി. അപ്പോൾ ഓരോരുത്തരും അവനാനോട് ചോദിക്കും, എനിക്കെന്താ ഇപ്പോൾ പണി? അധ്യാപനം അല്ല, വയല് തൊഴിലല്ല, ഇമാമത്ത് തൊഴിലല്ല, ടീച്ചറാകുക എന്നുള്ളത് തൊഴിലല്ല. അതിപ്പോൾ തൽക്കാലം ജീവിക്കാൻ പറ്റും, അങ്ങനെ ജീവിച്ചു പോകണ്ട് എന്നുള്ളത് ശരിയാണ്. വൽ തന്തുർ നഫ്സുൻ മാതാ തക്സിബു ഗദൻ. ഓരോരുത്തരും ചിന്തിക്കട്ടെ നാളെ എന്താവുമെന്ന്. ആ നാളേക്ക് രണ്ടർത്ഥാണ്. ഒന്ന് ദുന്യാവ് കഴിഞ്ഞിട്ടുള്ള ആഖിറത്തിലെ നാളെ, വേറൊന്ന് ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുള്ള നാളെ. എല്ലാവരും ആലോചിക്കട്ടെ. അതിന് വേറൊരു മായനുണ്ട്. സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാൽ പോരാ, കുടുംബത്തിന്റെ കാര്യവും കൂടി ആലോചിക്കണം. വൽ തന്തുറ നഫ്സുൻ മാദാ തക്സിബു ഗദാ. എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബം എങ്ങനെയാണ് ജീവിക്കുക എന്നത് ഓരോരുത്തരും ആലോചിക്കണം. അതൊരാലോചനയാണ്. വൽ തന്തുർ നഫ്സുൻ മാദാ തക്സിബു ഗദൻ. നാളെ എന്ത് സംഭവിക്കും? എനിക്ക് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിക്കാം, എന്നാൽ എൻ്റെ കുടുംബം എങ്ങനെ ജീവിക്കും? ഓരോരുത്തരും ചിന്തിക്കണം. ഒരു നല്ല മെറിറ്റിൻ്റെ തുന്നൽ മെഷീനെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് തുന്നാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാക്സ് എങ്കിലും അടിച്ചെങ്ങാണ്ട് അവർ ജീവിച്ചു കൊള്ളും എന്ന ഒരു സമാധാനമെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ കുറച്ച് നാടൻ കോഴികളെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തിങ്ങാണ്ട് കോഴിമുട്ട വിറ്റിട്ടെങ്കിലും അവർ ജീവിച്ചു കൊള്ളും എന്ന ഒരു ചിന്തയെങ്കിലും നമുക്ക് വേണം. അല്ലെങ്കിൽ കുറച്ച് 2-3 ആടുകളുണ്ടെങ്കിൽ ആടുകളെ വളർത്തിങ്ങാണ്ട് പാല് വിൽക്കും ചെയ്യാം, കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളും വിൽക്കാം, അങ്ങനെ അവർ ജീവിച്ചോളും എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം.
ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തലാൻ, ഇതു കാണുവാൻ ഇന്നിബ്നു മാജ നീ നോക്കലാൻ. ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ ഉള്ളവർക്ക് ആട് വേണം. ഒന്നതി ആടിനെ വാങ്ങാനുള്ള പൈസ പോരാ, ആടിനെ വളർത്താനുള്ള സ്ഥലം കൂടി വേണം. ആരാൻ്റെ പറമ്പ് പോകാൻ പാടില്ല. കോഴിക്ക് പിന്നെ ആ കുഴപ്പമില്ല. ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ദരിദ്രന്മാർ ഫക്കീറന്മാരോട്, അവിടുത്തെ ഫക്കീർ ദരിദ്രൻ എന്ന അർത്ഥത്തിലല്ല കേട്ടോ, മിസ്കീൻ എന്ന അർത്ഥത്തിലുള്ള ഫക്കീറാണ്. മിസ്കീനും ഫക്കീറും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാറുണ്ട്, മാറി മാറി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വെളുത്ത പൂവൻ കോഴി ഉണ്ടായിരുന്നു എന്ന് താരീഖിൽ കാണും. നബി തങ്ങൾക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വെള്ള പൂവൻ കോഴി ഉണ്ട് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭയങ്കര ഇഷ്ടമായിരുന്നു.